നമുക്കൊരു സ്ക്രഞ്ചി ഉണ്ടാക്കിയാലോ? അപ്പൊ അതിനാദ്യം തന്നെ ഞാൻ ഒരു സാറ്റൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ 4.5 ഇഞ്ച് വീതിയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്താൽ മതി കേട്ടോ. എത്ര വലിയ സ്ക്രഞ്ചി വേണം അതിനനുസരിച്ചാണ് നമ്മൾ വിഡ്ത്ത് കൊടുക്കുക. പിന്നെ ലെങ്ത് ഞാനിവിടെ 28 ഇഞ്ചസ് ആണ് എടുത്തേക്കുന്നത്. ഇനി അത് മെഷർ ചെയ്ത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ ലോങ് സ്ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ക്രഞ്ചി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന മൊത്തത്തിലുള്ള ഒരു ഫോൾഡ് എന്ന് പറഞ്ഞത് ഈ കാണിക്കുന്ന ഫോൾഡാണ്. ഈ ഫോൾഡ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രഞ്ച് തയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാനൊരു ഇലാസ്റ്റിക് ബാൻഡ് എടുക്കുന്നുണ്ട് ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ സ്ക്രഞ്ചിയുടെ 2 അറ്റങ്ങളോട് ചേർത്തിട്ടാണ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അതിനെ ഹാഫായിട്ട് മടക്കി അതിനകത്ത് ഞാൻ നേരത്തെ കാണിച്ച ഇലാസ്റ്റിക് ഇല്ലേ അത് വെച്ച് കൊടുക്കണം. ഇത് നമ്മുടെ കയ്യിൽ ബാൻഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ ഇലാസ്റ്റിക് തമ്മിൽ കൂട്ടി തയ്ച്ചിട്ടും വെക്കാം. ഇനി ഇതേ ഞാൻ നേരത്തെ കാണിച്ച അതേ ഫോൾഡാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പം അതങ്ങനെ വെച്ചിട്ട് അത് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പം കറക്റ്റായിട്ട് അത് വലിച്ച് പിടിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ മാക്സിമം എഡ്ജിൽ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഒരു കാരണവശാലും അകത്തേക്ക് ഒരുപാട് പോവരുത്. അങ്ങനെ മാക്സിമം എഡ്ജ് നോക്കി അതിൻ്റെ എൻഡ് വരെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ എൻഡ് ആവുമ്പോഴത്തേക്ക് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ലാസ്റ്റ് പോർഷൻ വരെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിലത്തെ സ്റ്റിച്ച് ഇടുമ്പോഴത്തേക്ക് ലോക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്?